തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പള്ളുരുത്തിയിൽ ടി.എൻ. പരമേശ്വരന്റെ 7ാമത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ സ്ഥാപക പ്രസിഡന്റും ശ്രീധർമ്മ പരിപാലന യോഗം പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന ശ്രീ ടി.എൻ. പരമേശ്വരന്റെ 7ാമത് അനുസ്മരണ യോഗം പള്ളുരുത്തി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. വളരെ കർക്കശ സ്വഭാവമുള്ള ഒരു നേതാവായിരുന്നു. വളരെ കർക്കശക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 2016 ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കടവന്ത്രയിലുള്ള വസതിയിൽ ഓണക്കോടിയുമായി അദ്ദേഹത്തിന് ഓണക്കോടി സമ്മാനിക്കുവാൻ വേണ്ടി എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനും ഒരുപാട് നേരം അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചതും ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളോട് സംസാരിച്ചത്. യൂണിറ്റിൻ്റെ ഇപ്പോഴത്തെ പദ്ധതികളെക്കുറിച്ചും അതുപോലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അന്വേഷിച്ചു. അതുപോലെ തന്നെ 2018 തോന്നുന്നു അദ്ദേഹത്തിന് 100 വയസ്സ് തീർന്നപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് പി.സി. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സി.എസ്. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും ഒരു കാര്യം ഓർക്കേണ്ടതെന്നാണ്, മറ്റൊരാൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കരുത്. ഇപ്പം ഞാൻ ഇന്നിവിടെ പ്രസിഡൻ്റായി, സുനിലേട്ടൻ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചോദിച്ചതുപോലെ തെറ്റല്ല, അങ്ങനെ വിചാരിക്കും. ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയണം എന്ന് പറഞ്ഞു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളൊന്നും മാറ്റി വയ്ക്കരുത്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, അതൊക്കെ പുറകെ വന്ന് ചേർന്നോളും. അപ്പോൾ അതുകൊണ്ട് സംഘടനയിൽ ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഗ്രാജുവലി മാറിപ്പോക്കോളും. അപ്പോൾ കൂടാതെ ഇന്ന് ഇവിടെ വിദ്യാഭ്യാസ അവാർഡ് മേടിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളോട് 2 വാക്ക് എനിക്കതാ ഇഷ്ടം കൂടുതൽ പറയാം. അല്ലാതെ ഈ സംഘടനാ കാര്യങ്ങൾ അത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കുക. ഈ പള്ളുരുത്തി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഭവാനീശ്വര ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ നിന്നൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു എന്താ പറയുക, ഒരു വളരെ പവിത്രമായ ഒരു സ്ഥലമാണ്. അപ്പം ഒരിക്കൽ പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു, മറ്റേ സിലോണിലേക്ക്. ഇപ്പോഴല്ലേ ശ്രീലങ്ക ആയിട്ടുള്ളൂ, അന്ന് സിലോണായിരുന്നു. സിലോണിലേക്ക് പോകാനായിട്ട് ഗുരുദേവൻ യാത്രയായി കൊല്ലം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചാക്യാത്ത് ബിരുദാന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ടി.എൻ. പരമേശ്വരൻ സ്മാരക പുരസ്കാരം നൽകി. ജില്ലാ സെക്രട്ടറി കെ.എ. ജോസഫ് മണ്ഡലം കുടുംബ സംരക്ഷണ പദ്ധതി ധനസഹായം വിതരണം ചെയ്തു. വി. മാത്യു യൂണിറ്റ് മരണധനസഹായം വിതരണം ചെയ്തു. റിട്ടയർഡ് എസ്.പി. രാമഭദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. കെ.പി. ജെയിൻ, കെ.വി. ആന്റണി, സി.പി. സേവ്യർ, ടി.എം. ഇബ്രാഹിം, ഡെന്നി തോമസ്, കെ.യു. ജബീബ്, കെ.എസ്. അജിത് കുമാർ, ബി. ഉദയൻ, കെ.യു. സുധീർ, അന്നബാബു, ടി.യു. രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ശ്രീ ടി.എൻ. പരമേശ്വരൻ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ യൂണിറ്റിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വളരെ കർക്കശ ബുദ്ധിയോടുകൂടിയും നിർബന്ധ ബുദ്ധിയോടും അംഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടും അവരുടെ ഓരോ പ്രശ്നങ്ങളെയും വളരെ സജീവമായി പരിഗണിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ കച്ചവടം ചെയ്യുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആ ആദരണീയനായ അദ്ദേഹത്തിന്റെ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.